എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഹെയർ കെയർ വീഡിയോ ആണ്. ഇപ്പോൾ നമ്മുടെ മുടി ഭയങ്കര ഡ്രൈ ആയിട്ട് ഡള്ളായിട്ട് ഒരു എനർജി എന്താ പറയുക ഒരു ലൈഫ് ഇല്ലാത്ത പോലെ പൊട്ടി പോവുകയാണ്. നമ്മൾ എന്ത് ചെയ്തിട്ടും മുടിയുടെ ആ ഒരു പഴയ ഒരു ഷൈനിങ്ങും അതിൻ്റെ ആ ഒരു ലൈഫ് ഒന്നും ഇല്ലാത്ത പോലെ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മുടിക്ക് ഒരു പ്രോട്ടീൻ ട്രീറ്റ്മെൻറ്റ് ചെയ്യാനുള്ള സമയമായി എന്നാണ് അർത്ഥം. അപ്പോൾ ഇന്ന് വീട്ടിൽ തന്നെ കിട്ടുന്ന സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് എളുപ്പത്തിലൊരു പ്രോട്ടീൻ ഹെയർ ട്രീറ്റ്മെൻറ്റ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ ദയവ് ചെയ്ത് ഈ ഒരു വീഡിയോ ഞാൻ എപ്പോഴാണ് വീഡിയോ സ്റ്റാർട്ട് ആവാൻ ഞാൻ സൈഡിൽ ഞാൻ കൊടുക്കാം. അപ്പോൾ അവിടെ നിന്ന് തൊട്ട് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണണം. എന്നാലേ ഞാനിതിൽ പറയുന്ന ഓരോ പോയിൻറ്റ്സും നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവുള്ളൂ. സ്കിപ്പ് ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ കാണുമ്പോൾ ഞാൻ എന്തെങ്കിലും ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് എന്തെങ്കിലും പറഞ്ഞത് നിങ്ങൾക്ക് മിസ്സായിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഫുള്ള് റിസൾട്ട് കിട്ടിയെന്ന് വരില്ല. അപ്പോൾ നമുക്ക് വീഡിയോ എങ്ങനെയാണ് ഈ പ്രോട്ടീൻ ഹെയർ പാക്ക് ചെയ്യുകയെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഈ പ്രോട്ടീൻ ഹെയർ പാക്കിന് നമുക്ക് വേണ്ടത് ഫ്ലാക്സ് സീഡാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഫ്ലാക്സ് സീഡ് പൊടിച്ചിട്ടാണ് നമ്മൾ ഈ പാക്കിൽ ചേർക്കുന്നത്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം ഫ്ലാക്സ് സീഡ് എങ്ങനെ ഉണ്ടാവുമെന്ന് കാണാൻ. ഫ്ലാക്സ് സീഡിന് മലയാളത്തിൽ ചെറു ചണ വിത്ത് എന്ന് പറയും. ഇതിപ്പോൾ എല്ലാ കടകളിലും കിട്ടും, ഓൺലൈനിലൊക്കെ കിട്ടണതാണ്. ഇപ്പോൾ ഇത് ഫ്ലാക്സ് സീഡ് ഇതുപോലെ ഉണ്ടാവും ഒരു പാക്കറ്റിൽ. അപ്പോൾ ഇതിൽ ധാരാളം വിറ്റമിൻസും വിറ്റമിൻ ഇയും ഒമേഗ 3 ഒക്കെ അടങ്ങിയിട്ടുള്ള കാരണം മുടിക്ക് നല്ലതാണ് ഈ ഫ്ലാക്സ് സീഡ്. അപ്പോൾ ഫ്ലാക്സ് സീഡ് കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും. ഇതുപോലെ ഒരു ഉലുവയുടെ ഒരു കളറാണ്. കുറച്ച് എന്താ പറയുക ഇതുപോലെ കുറച്ച് പരന്നിട്ട് ഒരു സൈസിലാണ് ഫ്ലാക്സ് സീഡ് ഉണ്ടാവുക. അത് ഓൺലൈനിലും കിട്ടും, ഇപ്പോൾ എല്ലാ കടകളിലും കിട്ടുന്നതാണ്. അപ്പോൾ ഈ ഫ്ലാക്സ് സീഡ് ഒരു 2-3 ടേബിൾ സ്പൂൺ എടുത്തിട്ട് മിക്സിയിൽ ഇട്ടിട്ട് ഒന്ന് പൊടിച്ച് വേണം നമുക്ക് ഈ പാക്കിന് യൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇതിൽ ഒമേഗ 3 കുറേ വിറ്റമിൻസ് ഫൈബർ ഇതെല്ലാം അടങ്ങിയിട്ടുള്ളത് കാരണം നമ്മുടെ ശരീരത്തിനും ഇത് നല്ലതാണ്, നമ്മുടെ മുടിക്കും നല്ലതാണ്. മുടി നല്ല സ്ട്രെങ്ത് ആയിട്ട് വളരാനൊക്കെ ഫ്ലാക്സ് സീഡ്സ് നല്ലതാണ്. അപ്പോൾ ഈ ഫ്ലാക്സ് സീഡ് നമ്മളിപ്പോൾ ഇത് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഒരു 2-3 ടേബിൾ സ്പൂണ് മതി. ഇനി ഒരു സ്റ്റവിൽ പാത്രം വെച്ചിട്ട് ഒരു പാനോ എന്തെങ്കിലും വെച്ചിട്ട് ഈ ഫ്ലാക്സ് സീഡ് അതിലേക്ക് ഇടുകയാണ്. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് വേണ്ടത് തേങ്ങാപ്പാലാണ്. അപ്പോൾ അധികം വെള്ളം ഒഴിക്കാതെ നല്ല കട്ടിയായിട്ടുള്ള തേങ്ങാപ്പാൽ ഒരു 1/2 കപ്പ് ഇവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഫ്ലാക്സ് സീഡിൻ്റെ കൂടെ ഈ തേങ്ങാപ്പാലും ഒഴിക്കുകയാണ്. എന്നിട്ട് അതേ കപ്പിൽ തന്നെ ഒരു 3/4 കപ്പ് വെള്ളം കൂടി നമുക്കിതിൽ ചേർക്കണം. എന്നിട്ട് ഇനി സ്റ്റവ് ഓൺ ചെയ്തിട്ട് ഇത് നന്നായിട്ട് ഒരു 10 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം. അപ്പോൾ ഇത് ഫ്ലാക്സ് സീഡ് ഈ തേങ്ങാപ്പാലും ഇതെല്ലാം കൂടി ഒന്നിച്ച് നന്നായിട്ട് മിക്സായിട്ട് ഒരു ജെല്ല് പോലത്തെ ഒരു സ്റ്റിക്കി കൺസിസ്റ്റൻസിയിൽ ഒരു ജെല്ല് പോലെ ഇങ്ങനെ വരും. നമുക്ക് അതാണ് വേണ്ടത്. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കൈ എടുക്കാതെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അടി പിടിക്കും ചിലപ്പോൾ. അപ്പോൾ ഇങ്ങനെ വെച്ച് ഇളക്കിക്കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ തന്നെ നമുക്ക് കണ്ടാൽ തന്നെ അറിയാം ഒരു ജെല്ല് പോലെ ഇങ്ങനെ ആയി വരുന്ന ആ ഒരു പരുവം നമുക്ക് കണ്ടറിയാം. എന്നിട്ട് ഇതുപോലെ നല്ല തിക്കായിട്ടുള്ളത് ജെല്ല് പോലെ കിട്ടും. അപ്പോൾ അതേ ചൂടോട് കൂടി തന്നെ നമ്മളിതൊരു അരിപ്പയിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. അപ്പോൾ ഒരു സ്റ്റിക്കി ജെല്ല് പോലെ നമുക്ക് കിട്ടും. ഇതുപോലെ കുറച്ച് ഒരു പണിയുണ്ട് ഒന്ന് അരിപ്പയിലിട്ടൊന്ന് അരിച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഇതുപോലെ നല്ല സ്റ്റിക്കി ആയിട്ടുള്ള ഒരു ജെല്ല് നമുക്ക് കിട്ടും. ഇനി ഇതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടി ചേർക്കാനുണ്ട്. അപ്പോൾ സെപ്പറേറ്റ് ഒരു ബൗളിൽ ഞാൻ ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കുകയാണ്. അപ്പോൾ ഈ മുട്ട യൂസ് ചെയ്യണേറ്റ് മുന്നേ നിങ്ങളുടെ നല്ല ഡ്രൈ ആയിട്ടുള്ള ഹെയർ ആണെങ്കിൽ മുട്ടയുടെ മഞ്ഞ മാത്രം യൂസ് ചെയ്താൽ മതി. അല്ലെങ്കിൽ നല്ല ഓയിലി ഹെയർ ആണെങ്കിൽ മുട്ടയുടെ വെള്ളം മാത്രം എടുത്താൽ മതി. ഇനി നോർമൽ ഹെയർ ആണെങ്കിൽ ഫുള്ള് മുട്ട അങ്ങനെ നമുക്ക് എടുക്കാം. അപ്പോൾ ഞാൻ ഒരു മുട്ട ഫുള്ളായിട്ട് യെല്ലോവും മഞ്ഞയും വെള്ളയും കൂടി ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യണത്. നിങ്ങളുടെ മുടിയുടെ ലെങ്ത്തിനനുസരിച്ച് അത്രയും വെളിച്ചെണ്ണ എടുക്കാം. വെളിച്ചെണ്ണയോ അതിൽ കാച്ചിയ എണ്ണയോ ഓലിവ് ഓയിലോ ഏതായാലും കുഴപ്പമില്ല. അപ്പോൾ ഈ എണ്ണയും മുട്ടയും കൂടിയിട്ട് ആദ്യം നന്നായിട്ടൊന്ന് യോജിപ്പിക്കണം, നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് എടുക്കണം. അല്ലെങ്കിൽ നമ്മൾ തലയിൽ തേക്കുമ്പോൾ അത് എണ്ണ തനിയായിട്ടും മുട്ട തനിയായിട്ടും ഇങ്ങനെ ഇരിക്കും. എന്നിട്ട് അത് ബീറ്റ് ചെയ്തതിന് ശേഷം നമ്മളിവിടെ അരിച്ച് വെച്ചിട്ടുള്ള ഈ ഫ്ലാക്സ് സീഡിൻ്റെ ആ ഒരു മിക്സ്, ആ ജെല്ല് അതും കൂടി ഇതിലേക്ക് ചേർത്തിട്ട് അതും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം.
അപ്പോൾ ഇത് ഒന്ന് എല്ലാം കൂടി ഒന്ന് യോജിപ്പിക്കാൻ കുറച്ച് സമയമാവും. കാരണം നന്നായിട്ടൊന്ന് സ്പൂൺ കൊണ്ട് കുറച്ച് സമയം എടുത്തിട്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. അപ്പോൾ ഇത് ഇതുപോലെ കുറച്ച് ഒരു ജെല്ല് പോലത്തെ ഒരു മിക്സാണ് നമുക്ക് കിട്ടുക. അപ്പോൾ ഇനി നമുക്കിത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യാൻ നോക്കാം. ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടും കുറച്ചുകൂടി സ്റ്റെപ്പ് ഉണ്ട്, അതും നോക്കാം. അപ്പോൾ മുടി നന്നായി ചീന്തി ചിക്കെല്ലാം എടുത്തതിന് ശേഷം ചെറിയ പാർട്ടീഷൻസ് ആക്കിയിട്ട് ഫുള്ള് നമ്മുടെ സ്കാൽപ്പിൽ തൊട്ട് മുടിയുടെ അറ്റം വരെ നന്നായിട്ട് ഈ പാക്ക് അപ്ലൈ ചെയ്യണം. ഫുള്ള് നന്നായിട്ട് ചെറിയ പാർട്ടീഷൻ ആക്കി എടുത്ത് എല്ലായിടത്തിലും തലയോട്ടിയിലൊക്കെ ആവുന്ന പോലെ നന്നായിട്ടത് അപ്ലൈ ചെയ്യണം ഈ പാക്ക്. ഇനി ഇതിൽ മുട്ടയുടെ മണം നിങ്ങൾക്ക് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ആ പാക്ക് മിക്സ് ചെയ്യുന്ന സമയത്ത് ഒരു 8 to 10 ഡ്രോപ്പ് ഏതെങ്കിലും എസൻഷ്യൽ ഓയിൽ, എന്തെങ്കിലും ലാവൻഡർ ഓയിലോ അങ്ങനത്തെ ഏതെങ്കിലും എസൻഷ്യൽ ഓയിൽ നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് എസൻഷ്യൽ ഓയിൽ യൂസ് ചെയ്യാം. അപ്പോൾ ആ മുട്ടയുടെ മണം ഉണ്ടാവില്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലെങ്കിൽ എസൻഷ്യൽ ഓയിലൊന്നും വേണ്ട, സ്കിപ്പ് ചെയ്യാം നമുക്ക് ആ സ്റ്റെപ്പ്. ഫുള്ളായിട്ട് നമുക്ക് തലയിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് ഇതൊരു 15-20 മിനിറ്റ് തലയിൽ അങ്ങനെ തന്നെ ഒന്ന് പിടിക്കണം. അപ്പോൾ അതുവരെ നമുക്കിതൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ അതേ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്തു. ഇനി ഒരു 15-20 മിനിറ്റിന് ശേഷം നമുക്ക് ചെറുതായിട്ടൊന്ന് ആവി പിടിക്കണം. അപ്പോൾ ഈ ആവി പിടിക്കണം എന്തെങ്കിലും മെഷീൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് വെച്ച് ആവി പിടിക്കാം. അപ്പോൾ ഞാനൊരു നല്ല ചൂടുവെള്ളത്തിൽ ടവൽ മുക്കിയിട്ട് ആ ടവലിങ്ങനെ കെട്ടി വെച്ചിട്ടാണ് ഞാൻ ആവി പിടിക്കുന്നത്. അപ്പോൾ ഇതൊരു 4-5 പ്രാവശ്യം ഇങ്ങനെ ടവൽ മുക്കിയിട്ട് പിടിക്കുന്നത്, ഒരു 4-5 പ്രാവശ്യം ഇങ്ങനെ ചെയ്യാം. അപ്പോൾ നിങ്ങൾ ആവി പിടിക്കുന്ന മെഷീനാണെങ്കിൽ അതൊരു 5 മിനിറ്റോ 10 മിനിറ്റോ അതുകൊണ്ട് നമുക്ക് ആവി പിടിക്കാം. അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സ്റ്റെപ്പാണ് ഈ പ്രോട്ടീൻ ഹെയർ പാക്കിൽ. തീർച്ചയായിട്ടും ഒന്ന് സ്റ്റീം ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഇനി സ്റ്റീം ചെയ്തതിന് ശേഷം നമുക്ക് എന്തെങ്കിലും മൈൽഡ് ഷാമ്പു യൂസ് ചെയ്തിട്ട് മുടി നന്നായിട്ട് വാഷ് ചെയ്യാം. ഷാമ്പു യൂസ് ചെയ്തതിന് ശേഷം കണ്ടീഷണറും യൂസ് ചെയ്യാൻ മറക്കരുത്. പിന്നെ സ്റ്റീം ചെയ്തതിന് ശേഷം ഒരു അരമണിക്കൂർ നേരം കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഹെയർ വാഷ് ചെയ്താൽ മതിയാവും. അപ്പോൾ ഹെയർ വാഷ് ചെയ്ത് മുടി നന്നായിട്ട് ഉണങ്ങി. ഞാൻ ഡ്രയറൊന്നും യൂസ് ചെയ്തിട്ടില്ല. അത് കുറച്ച് നേരം വെയിലത്ത് നിന്നു. പിന്നെ അത് കഴിഞ്ഞ് അങ്ങനെ അത് മുടി കംപ്ലീറ്റ് ആയിട്ട് ഉണങ്ങിയതിന് ശേഷം ഉള്ളതാണിത്. അപ്പോൾ നല്ല കണ്ടു കഴിഞ്ഞാൽ തന്നെ എനിക്ക് തൊടുമ്പോൾ തന്നെ നല്ലൊരു സോഫ്റ്റായിട്ടൊന്ന് ഫീൽ ആവുന്നുണ്ട്. മുടിക്ക് ഒരു ബലം കിട്ടിയ പോലൊരു ഫീല് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ചെറുതായിട്ടൊരു ഷൈനിങ്ങും ഉണ്ട്. എന്നിട്ട് ഈ പ്രോട്ടീൻ ഹെയർ പാക്ക് മാസത്തിൽ ഒരു തവണ ചെയ്താൽ മതി, അല്ലെങ്കിൽ 2 മാസം കൂടുമ്പോൾ ചെയ്താലും മതിയാവും. അപ്പോൾ ഈ പ്രോട്ടീൻ ഹെയർ പാക്കിൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവും ഞാൻ പ്രതീക്ഷിക്കുന്നു. പിന്നെ ഈ പ്രോട്ടീൻ ഹെയർ പാക്ക് ചെയ്തിട്ട് അതിൻ്റെ നെക്സ്റ്റ് ആഴ്ച, അതായത് അടുത്ത ആഴ്ച ഒരു ഡീപ്പ് കണ്ടീഷനിങ് കൂടി നമ്മൾ ചെയ്യണം. എന്നാലേ നമുക്ക് പ്രോപ്പറായിട്ട് ആ പ്രോട്ടീൻ ഹെയർ പാക്ക് ഫുള്ളായിട്ട് നല്ല റിസൾട്ട് കിട്ടണമെങ്കിൽ അടുത്ത ആഴ്ച ഈ പ്രോട്ടീൻ ഹെയർ പാക്ക് ചെയ്തതിൻ്റെ അടുത്ത ആഴ്ച ഒരു ഡീപ്പ് കണ്ടീഷനിങ് കൂടി നമുക്ക് മുടിക്ക് ചെയ്യണം. അപ്പോൾ നമുക്ക് ഈ വീഡിയോന് ശേഷം അടുത്തടുത്ത് ഞാൻ ആ ഒരു ഡീപ്പ് കണ്ടീഷനിങ്ങിൻ്റെ വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും അത് കാണാൻ മറക്കരുത്. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായിട്ട് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ ഇതൊരു പരീക്ഷിച്ച് നോക്കിയിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും കമൻ്റ് ഇടാൻ മറക്കരുത്. എല്ലാവരും എന്തെങ്കിലും ഡൗട്ട്സ് ചോദിക്കുമ്പോൾ അതിന് എല്ലാറ്റിനും ഞാൻ മറുപടി കൊടുക്കുന്ന ഒരാളാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ആയിട്ട് ഷെയർ ചെയ്യണം. പിന്നെ പ്രത്യേകിച്ചും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാണ്ടെങ്കിൽ വേഗം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. പിന്നെ തൊട്ടടുത്തുള്ള കുഞ്ഞു ബെൽ ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ഒരു ഹെയർ കെയർ ആണ്, ഇതിൻ്റെ കണ്ടിന്യൂവേഷൻ ആണ്. അടുത്ത നമ്മളൊരു ഡീപ്പ് കണ്ടീഷനിങ് വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.